ബി.ജെ.പി. എറണാകുളം ഈസ്റ്റ് ജില്ലാ സമിതിയുടെ ആഭിമുഖ്യത്തിൽ 134ാമത് അംബേദ്കർ ജയന്തി ആഘോഷവും പുഷ്പാർച്ചനയും ജില്ലാ ഓഫീസിൽ നടന്നു. ജില്ലാ അധ്യക്ഷൻ പി. സജീവ് ഉദ്ഘാടനം നിർവഹിച്ച ചടങ്ങിൽ സംസ്ഥാന കൗൺസിൽ അംഗം ഇ.ടി. നടരാജൻ, എസ്.സി. മോർച്ച മുൻ ജില്ലാ അധ്യക്ഷൻ മനോജ് മനക്കേക്കര, മൂവാറ്റുപുഴ മണ്ഡലം അധ്യക്ഷൻ ടി. ചന്ദ്രൻ, അരുൺ പി. മോഹനൻ, എ.എസ്. ബിജുമോൻ എന്നിവർ സംസാരിച്ചു. അതിനപ്പുറമായിട്ട് നാം സ്നേഹിക്കുന്ന, നമ്മെ സ്നേഹിക്കുന്ന, നമ്മോടെപ്പോഴും നമ്മുടെ വഴികാട്ടി, നാം പറയാറുള്ളത് പണ്ഡിറ്റ് ദീനദയാൽ ഉപാധ്യായ നമുക്ക് മാർഗനിർദ്ദേശം നൽകിയതുപോലെ, പാർട്ടിക്ക് മാർഗനിർദ്ദേശം നൽകിയതുപോലെ രാജ്യത്തിന്റെ ഭരണഘടന നിർമ്മിച്ചുകൊണ്ട് നാം ഈ രാജ്യം എങ്ങനെ ചലിക്കണം, എങ്ങനെ ചിന്തിക്കണം, എങ്ങനെ പ്രവർത്തിക്കണം എന്നുള്ള വ്യക്തമായ കാഴ്ചപ്പാട് കൊടുക്കുവാൻ കഴിയുന്ന ദിശാബോധം നൽകിയ മഹത് വ്യക്തിയാണ്. അത്തരത്തില് വലിയ രീതിയിൽ നമ്മുടെ രാജ്യത്ത് നടപ്പിലാക്കുമ്പോൾ കോൺഗ്രസ് പറയുന്ന നയമല്ല, മാർക്സിസ്റ്റ് പാർട്ടി പറയുന്ന നയമല്ല, മറ്റു പ്രതിപക്ഷ പാർട്ടികൾ പറയുന്ന നയമല്ല, നമ്മുടെ ആത്മാവിൽ, പാർട്ടിയുടെ ആത്മാവിൽ, നമ്മുടെ ഹൃദയത്തിൽ എന്നും അംബേദ്കർജിയുണ്ട്. ആ പ്രവർത്തനവുമായിട്ടാണ് നാം മുന്നോട്ട് പോകുന്നത്. ഓരോ ചുവടും ഈ പാർട്ടി, ഈ മുന്നണി മുന്നോട്ട് പോകുന്നുണ്ട് എങ്കിൽ അംബേദ്കർജിയെ സ്മരിച്ചുകൊണ്ടാണ്. അങ്ങനെ മുന്നോട്ട് പോകുന്നത്. നമുക്ക് ആ കാര്യത്തിൽ മുന്നോട്ട് പോകാം. ബാക്കി കാര്യങ്ങളൊക്കെ നമ്മുടെ മുഖ്യ പ്രഭാഷണം നടത്തുന്ന ഇൻചാർജ് മനോജ് മനക്കേക്കര പറയും എന്നുള്ളത് കൊണ്ട് ഈ ജില്ലയുടെ ഔപചാരികമായിട്ടുള്ള ഈ ചടങ്ങ് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യാനായിട്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം, ധന്യവാദം. അദ്ദേഹം ഈ രാജ്യത്തിന് നൽകിയിട്ട മഹത്തായ സംഭാവന 56 വിഷയങ്ങളിൽ മാസ്റ്റർ ഡിഗ്രി ഉള്ളയാളാണ്. അദ്ദേഹത്തിന്റെ ജീവിത കാലയളവിൽ നമുക്കറിയാം, ജാതി വർണ്ണം കുടികുത്തി വാഴുന്ന കാലഘട്ടം. ഭാരതത്തിൽ ആദ്യമായി മെട്രിക്കുലേഷൻ പരീക്ഷ പാസ്സാകുന്നത് പിന്നോക്ക വിഭാഗങ്ങളിൽ നിന്ന് ഡോക്ടർ അംബേദ്കർ ചെയ്യും. അപ്പൊ അദ്ദേഹത്തിന്റെ ജീവചരിത്രം നമ്മളെടുത്ത് പരിശോധിച്ചാൽ ഈ രാജ്യത്തെ, ഭാരതത്തെ അഖണ്ഡ ഭാരതമായി നിലനിർത്തുന്നതിന് വേണ്ടിയിട്ട്, ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമായി നിലനിർത്തുന്നതിന് വേണ്ടിയിട്ട് അംബേദ്കർക്ക് നൽകിയിട്ടുള്ള സംഭാവന ഈ ഭൂഖണ്ഡം ഉള്ള കാലത്തോളം നിലനിൽക്കുമെന്നുള്ളത്. മേഖലകളെ പഞ്ചതീർണം എന്ന രീതിയിൽ അദ്ദേഹം ജനിച്ച സ്ഥലം, അദ്ദേഹത്തിന്റെ ജീവിത കാലങ്ങളിലൂടെ കടന്നുപോയ വിദ്യാഭ്യാസ മേഖലയെ കോർത്തിണക്കിക്കൊണ്ട് ഇന്ത്യൻ ഭരണഘടനാ സംവിധാനങ്ങൾ ഉണ്ടാക്കുന്ന സംവിധാനം വരെയുള്ളവ കോർത്തിണക്കിക്കൊണ്ട് ഒരു ടൂറിസ്റ്റ് കേന്ദ്രങ്ങൾ ആക്കിക്കൊണ്ട് വലിയ പദ്ധതികൾ ആവിഷ്കരിച്ചുകൊണ്ട് അവിടെ പഞ്ചതീർത്ഥം എന്ന രീതിയിൽ 5 മേഖലകളെ, വിവിധ സംസ്ഥാനങ്ങളിൽ കിടക്കുന്ന പ്രദേശങ്ങളാണ്. അദ്ദേഹം സഞ്ചരിച്ച വഴികളിലൂടെയെല്ലാം ഈ വലിയ പ്രാധാന്യം കൊടുത്തുകൊണ്ട്, അംബേദ്കർക്ക് വലിയ പ്രാധാന്യം കൊടുത്തുകൊണ്ട് പട്ടികജാതി സമൂഹത്തിനും ഈ ഇന്ത്യൻ ഭരണഘടനയിൽ അവരുടെ അവകാശങ്ങളെല്ലാം എഴുതി ചേർക്കപ്പെട്ടു. നമുക്കറിയാം, ഇന്ത്യൻ ഭരണഘടനയുടെ ഓരോ തത്വങ്ങളെയും സംബന്ധിച്ച് പരിശോധിക്കുന്ന സമയത്ത് എത്രയും ദീർഘവീക്ഷണത്തോടുകൂടിയാണ് ഇന്ത്യൻ ഭരണഘടന അദ്ദേഹം തയ്യാറാക്കിയിട്ടുള്ളത്. ഒരു അധസ്ഥിത ജനവിഭാഗത്തിൽ നിന്നും ഉന്നതിയിലേക്ക് എത്തി ഇന്ത്യയുടെ, ഭാരതത്തെ പോലെയുള്ള 140 കോടി ജനങ്ങളുള്ള ഈ ഭാരതത്തിൽ ഇന്ന് ആ അവകാശങ്ങളെ എല്ലാം ചവിട്ടിമതിക്കുന്ന രീതിയിൽ പ്രതിപക്ഷം ഇവിടെ കാട്ടിക്കൂട്ടുന്ന കോപ്രായങ്ങളല്ല ഇന്ത്യൻ ഭരണഘടനയിലുള്ളത്. ഇന്ത്യൻ ഭരണഘടന ബി.ജെ.പി. ഭേദഗതി നടത്തിയിട്ടുണ്ടെങ്കിൽ അതെല്ലാം ഇവിടുത്തെ ജനങ്ങൾക്ക് ഉപകാരപ്രദമാവുന്ന രീതിയിലാണ് എന്ന് ബോധ്യപ്പെടുത്തി കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അംബേദ്കറെയും അതേപോലെ അംബേദ്കറുടെ മൂല്യങ്ങളെയും ഭരണഘടനയെയും അനുശാസിച്ചുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത് എന്ന് പൊതുസമൂഹത്തെ അറിയിക്കുന്നതിന് വേണ്ടിയാണ് ഈ പ്രാവശ്യത്തെ അംബേദ്കർ ജയന്തി ആഘോഷം അതിവിപുലമായ രീതിയിൽ നടത്തണമെന്ന് പാർട്ടി നിശ്ചയിക്കപ്പെട്ടു.